ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല മഞ്ഞ്, നല്ല കാറ്റ്, നല്ല തണുപ്പുള്ളൊരു കാലത്തിലെ ശൈത്യകാലത്തിലൂടെയാണ് നമ്മളുടെ കടന്നു പോക്ക് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ എന്താ രാവിലെ പറഞ്ഞാൽ ഒരു 8:30 ആ നേരത്താണ് എണീറ്റത്. കാരണം ഉറങ്ങിയിട്ടില്ല ആ ദിവസം രാത്രി. കാരണം എന്താ വെച്ചാൽ മോന് സുഖമില്ലാതെ വയറുവേദന ഛർദിയൊക്കെ ആയിട്ട് 2:30 തൊട്ട് എണിച്ചിരിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോൾ എണീറ്റ് അവനിക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും പോയൊന്ന് ഉറങ്ങിയിട്ട് 8:30 എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുടിയൊക്കെ ഒതുക്കിയിട്ട് തല നന്നായി ഒതുക്കിയിട്ടാണ് അടുക്കളയിൽ കയറിയത്. അപ്പോൾ അതാ നേരെ അടുക്കളയിൽ പോയി ചായ പാത്രം കഴുകാൻ ഇട്ടിട്ട് പിന്നെ നേരെ അടുപ്പ് കത്തിക്കാനായിട്ട് പോയത്. കുറേ ആയി അടുപ്പ് കത്തിക്കാണ്ട് വിട്ടിട്ട്. ഇപ്പോൾ വീണ്ടും കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കുക പറയുന്നത് അത്ര വലിയ ടാസ്ക്കുള്ള ജോലിയൊന്നും അല്ലെങ്കിലും എനിക്കെന്തോ ഒരു മടിയാണ്, ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ അത്ര ദിവസം കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെണ്ണയൊക്കെ എടുത്ത് തൂവിയിട്ടാണ് കത്തിക്കുന്നത്. അപ്പം വേഗം അറിയാലോ എന്താ കത്തൽ. പിന്നെ ഒരു സുഖം എന്താണെന്നറിയാം, അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കാനാണ്. കാരണം നല്ല തണുപ്പല്ലേ. അപ്പം അതിൻ്റെ ചുവട്ടിലിങ്ങനെ ചൂടും കാര്യം കൊണ്ടിരിക്കുക എന്ത് സുഖമെന്നാ. നല്ല രസമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് ചൂട് കാരണം അങ്ങോട്ട് കയ്യിനതൊക്കെ ഇതാക്കിക്കൊണ്ട് ഇരിക്കണ്ടായിരുന്നു. പിന്നെ വേണ്ട പാടത്ത് വല്ലാത്ത മഞ്ഞാണ്, വെള്ളവും ഉണ്ട് പോരാത്തതിന്. അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ പറ്റുമല്ലോ, നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്, പുറത്തിറങ്ങാൻ പറ്റില്ല, അമ്മാതിരി തണുപ്പാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ. 4 ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ അതിൽ 2 വലിച്ചു. ഇപ്പോൾ ഇനി 2 ഉണ്ട് കേട്ടോ. അപ്പോൾ അത് 2 കൂടെ വലിക്കാൻ വേണ്ടി നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് തന്നെ കുഞ്ഞു പൂക്കളുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ, നീല. അപ്പോൾ ഇവിടെ ബാത്റൂമിൻ്റെ ഷീറ്റിൻ്റെ മുകളിലാണ് ഒന്ന് വന്നിരിക്കുന്നത്. അത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ വലിക്കാനായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് അങ്ങനെ പല്ലിയേക്കാനൊക്കെ ഇറങ്ങി. ഇത്തിരി വെയിലായപ്പോൾ വെയിലിൽ തന്നെ നിന്ന് പല്ലിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം തണുപ്പല്ലേ, നമുക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ വെയിലത്തായിരുന്നു നിന്ന് തേക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേച്ച കേട്ടോ. അങ്ങനെ പല്ലിയേക്കലും കഴുകലൊക്കെ കഴിഞ്ഞ ശേഷം ഞാനത് ആ ചുവട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അരി കഴുകി അടുപ്പത്തിടാൻ അവരോട് പോയി. നല്ല പുകയായി അവിടെ. ഞാൻ കത്തുള്ള പറഞ്ഞിട്ട് എന്തോ കൊണ്ടിട്ടതാ, അതങ്ങനെ വല്ലാണ്ട് പുകയായിപ്പോയി ഗൈസ്. അപ്പോൾ അത് അങ്ങനെ അരി കഴുകിയിടുന്നുണ്ട്. പിന്നീട് ഞാൻ അതിനൊക്കെ ഒരു അട്ടപ്പേപ്പറൊക്കെ ഇട്ടിട്ട് വേറെ നല്ലപോലെ കത്തിച്ചെടുത്തു കേട്ടോ. അപ്പോൾ മണ്ണെണ്ണ ഇല്ലാണ്ട് തീ പിടിപ്പിക്കാൻ പറ്റും, എങ്കിലും അത് ഒഴിച്ച് ഒത്തിരി കഷ്ടപ്പെടണ്ടല്ലോ. അത് കരുതിയിട്ട് വേഗം ഒന്ന് അങ്ങോട്ട് ഒഴിച്ച് വിട്ടതാട്ടാ. അപ്പോൾ കുറേ ആയി കത്തിക്കാണ്ട് ഇങ്ങനെ വിട്ടിരിക്കുകയായിരുന്നു അടുപ്പ്. മഴയൊക്കെ ആയപ്പോൾ അവിടെ അടുപ്പ് കത്തിക്കലില്ല, ഗ്യാസിൽ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് നല്ല അടുപ്പിലോട്ട് ചാടിയത് അടുപ്പ് കത്തിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഫയറാണ് അവിടെ. അപ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ അവിടെ അടുക്കളത്തിടക്ക് വൃത്തിയായി തുടയ്ക്കുന്നുണ്ട് കേട്ടോ. തുടച്ചിട്ട് നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതിയിട്ട് അതിനുള്ള പണിയിലാണ്. എനിക്ക് ഈ ജലദോഷം പിടിച്ചിട്ട് മൂക്കും വായൊക്കെ അടഞ്ഞിട്ട് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മാറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംസാരിക്കാൻ അങ്ങനെ എനിക്ക് പറ്റുന്നില്ല. എനിക്കെൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ തലേന്ന് മേടിച്ചിട്ട് വന്ന പച്ചക്കറിയൊക്കെ ഞാൻ ഒതുക്കി വെക്കുകയാണ്. അത് കൈ കൊണ്ട് കഴിച്ചിട്ട് കിട്ടാതായപ്പോൾ ഞാൻ ലാസ്റ്റ് കത്തി എടുത്ത് അങ്ങോട്ട് അടുത്തുട്ടാ. എന്നിട്ട് പിമ്പിൾസ് വന്ന് അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, മൊത്തം പിമ്പിൾസാണ്, മൊത്തം ലവലാതികൾ. എന്ത് ചെയ്യാൻ, വേറെ വഴിയില്ലല്ലോ. പിന്നീട് ഞാനാണ് ഗ്രീൻ പീസ് ഇല്ലേ, നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ഒരു പച്ച ഗ്രീൻ പീസ് അത് കണ്ടത് കേട്ടോ. അത് ആദ്യമായിട്ടാണ് കണ്ടത് കേട്ടോ സാധനം. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നു. പിന്നെ നമ്മൾ വറുക്കുന്ന മുളകാണ്, ആ നീളത്തിൽ കാണിച്ചില്ലേ അത്. പിന്നെ ഞാനങ്ങനെ ഓരോന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. തലേന്ന് കൊടുന്നപ്പോൾ രാത്രി എടുത്ത് വെക്കാൻ വിട്ടു. അപ്പോൾ പിന്നീട് ശരി പറഞ്ഞിട്ട് ഇപ്പോഴാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ഞാനെന്തൊരു കല്യാണത്തിന് പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. വാടിയിട്ടില്ല, പക്ഷെ തലയിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. നമ്മൾ എവിടെയും പോവില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കണതുകൊണ്ട് അത് തലയിൽ വെക്കത്തില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അടുപ്പ് കത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞില്ലേ, കയ്യിലൊക്കെ കരിയാവും. എനിക്കിഷ്ടമല്ല പറഞ്ഞില്ലേ അതാ സംഭവം, കയ്യിൽ മൊത്തം കരിയാവും. പിന്നെ അങ്ങനെ ഞാൻ അതിനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ പറഞ്ഞിട്ട് ഉണ്ടാക്കുമല്ലോ, അതാണ് കാണിച്ചു തന്നിട്ടോ. ഉള്ളി, ഈ സാധനങ്ങളൊക്കെ ഞാൻ മീഷോന്ന് മേടിച്ചത് കേട്ടോ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നല്ല ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ അതാ 2 ബോട്ടിൽ അതുപോലെ മേടിച്ചിട്ടുണ്ട്, ഓയിലിൻ്റെയും എണ്ണയുടെയും ഒക്കെ
മീഷോന്നാണ് കേട്ടോ, അഫോർഡബിൾ പ്രൈസിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ അവിടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ചട്നിയാണ് ഞാൻ ഇനി അടുത്ത് ഉണ്ടാക്കുന്നത്. ദോശ ചുടുമ്പോൾ കോൾ വന്നിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാ ദോശയ്ക്കുള്ള ചട്നിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സബോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട്, സാധാരണ ചെറിയുള്ളി ഇടലേ, എനിക്ക് ചെറിയുള്ളി തൊലിക്കാൻ തന്നെ മടിയാണ്, അതുകൊണ്ട് ഞാൻ സബോള ഇട്ടിട്ട് അടിച്ചെടുത്ത് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൽക്കാലം അതും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി. പിന്നെ മോനൂട്ടിക്ക് കഞ്ഞിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കാരണം അവനിക്ക് സുഖമില്ലല്ലോ, വയറുവേദനയും ഛർദിയായിരുന്നുള്ളൂ. അപ്പോൾ കഞ്ഞി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ കഞ്ഞി നേരത്തെ വേഗം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് വെന്തു പറഞ്ഞാൽ നമുക്ക് അവനിക്ക് അവൻ ഉറങ്ങുന്നുണ്ട്, എണീറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ എണീറ്റത് നമുക്ക് കഞ്ഞി കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് വേഗം തീ കത്തിച്ചാട്ടാ. അപ്പോൾ അതവിടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവൻ എണീക്കണം, അവൻ എണീറ്റിട്ട് വേണം നമ്മൾക്ക് അവനിക്ക് കഞ്ഞി കൊടുക്കണം. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ വേണ്ടിയോ എന്ന് നോക്കണം. എന്താ അല്ലേ, കുട്ടികൾക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖം വന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ. അപ്പോൾ അതാ ഞാനിവിടെ ചോറ് ഊറ്റിടുന്നുണ്ട് കേട്ടോ. ഇത്തിരി ടാസ്ക്കാണ്, എനിക്ക് ഇത്തിരി പേടിയാണ്, അതുകൊണ്ട് ഞാൻ മെല്ലെ അത് ചെയ്യാറുള്ളൂ കേട്ടോ. സമാധാനത്തിൻ്റെ ഒരു രീതിയിൽ ഞാനത് ഊറ്റാറുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ്, കയ്യിലെങ്ങാനും പോവോ എന്നുള്ളൊരു ടെൻഷനിൽ. പിന്നെ അങ്ങനെ അതാ കുടിക്കാനുള്ള വെള്ളം അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അവനെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എണീക്കാത്തത് കൊണ്ട് എന്താണ് അവരപ്പേ പറഞ്ഞിട്ട് നോക്കാൻ വന്നതാണ്. നല്ല ഉറക്കമാണ്, കാരണം രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല, നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ അവനെ ഉറങ്ങാൻ വിട്ടിട്ട് പോയിട്ടാ. പിന്നെ ഇത് വന്നിട്ടുണ്ടല്ലോ, പുതിന ഇലയും തേങ്ങ, പുളി, പച്ചമുളക്, ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ചൂടാക്കി എടുത്തിട്ട്, അതായത് നല്ലപോലെ വാട്ടിയെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാനാണ്. അതിൻ്റെ ഇടയിൽ കുട്ടി എണിച്ച് വന്നിരുന്നത്, മോനൂട്ടി എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടപ്പോൾ അവൻ മെല്ലെ തല താഴ്ത്തിയതാട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അടുപ്പിൽ അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതൊന്ന് മെല്ലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ പുതിനയാണ് കേട്ടോ, പുതിനയും തേങ്ങ, പച്ചമുളക്, ഉപ്പ്, പുളി, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞിക്കൊക്കെ ബെസ്റ്റാണ് അത് കേട്ടോ, ഈ ഒരു ചമ്മന്തി, പുതിന ചമ്മന്തി. അപ്പോൾ അവനിക്ക് കഞ്ഞി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേഗം ഞാൻ പുതിന ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. വീട്ടിലിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, അതൊരു പുതിന ചമ്മന്തിൻ്റെ ഒരു ടേസ്റ്റ്, അതൊരു ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനും പിന്നെ വെണ്ടയ്ക്കച്ചാറ് വെക്കാമെന്ന് വിചാരിച്ചു, തേങ്ങ അരച്ച് ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് അത് ലാസ്റ്റ് വെണ്ടയ്ക്ക പുളിയായി, അതായത് മുളകിട്ടിട്ട് തേങ്ങ ഒഴിക്കാതെ തന്നെ ഞാൻ വെച്ചു കേട്ടോ. കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ വെണ്ടയ്ക്ക, അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കി. ഇപ്പം നമ്മളിപ്പോൾ കയ്യിലൊന്നും വെച്ച് അരിയലില്ല, കാരണം കത്തി തട്ടിയതിന് ശേഷം ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ എന്തും കട്ട് ചെയ്യുള്ളൂ, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോൾ കത്തി യൂസ് ചെയ്യാൻ തന്നെ. അപ്പോൾ കത്തി യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിൽ വെച്ച് കട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു തക്കാളിയുടെ ഷേപ്പ് വേണ്ടോ, ഈ ഒരു തക്കാളി മാത്രം ഇങ്ങനെ ആയിപ്പോയേ, വല്ലാത്തൊരു ഷേപ്പായി പോയില്ലേ. അപ്പോൾ അതും ഞാൻ അങ്ങനെ നീളത്തിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്ക വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോനൂട്ടി അവിടെ ഇരുന്നിട്ട് അവൻ എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ കത്തി എടുത്തിട്ട് അവിടെ വെച്ച് എന്തൊക്കെയോ ആട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇത്തിരി ആൾക്ക് ഓക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു, ഇപ്പം ഇത്തിരി കുഴപ്പമില്ല, ഓക്കെ ആണ്. അപ്പോൾ അതാ ഞാൻ നേരത്തെ നമ്മൾ കൂട്ടി വെച്ച പുതിനയുടേത് ചൂടറിയതിന് ശേഷം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിച്ച് നോക്കണം. ആ പുളിയുടെയും ഒരു ഉപ്പും പുതിനാൻ്റെ ആ ഒരു മണവും ടേസ്റ്റും നല്ലൊരു ടേസ്റ്റാണ്, കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ കഞ്ഞിയായ ശേഷം ചമ്മന്തി ആയപ്പോൾ ഞാൻ അവനിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കഞ്ഞി കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് കഞ്ഞി കുടിക്കാനുള്ള വലിയ മൂടൊന്നും ഇല്ല, ഭയങ്കര ഒരു ഇതാണ്. ഞാൻ പിന്നെയും എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചെടുത്തു. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെണ്ടയ്ക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചതെന്ന്, സംഭവം നടന്നില്ല. അപ്പോൾ ഞാൻ മുളക് ചാറ് വെച്ചിട്ട്, അതായത് വെണ്ടയ്ക്ക മുളക് ഇട്ടിട്ട് വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനും, അതും വേഗം ചടപടേന്ന് കഴുകിയെടുത്തു. കാരണം എനിക്ക് ചെയ്യാത്തതുകൊണ്ട് വെറുതെ ബാക്കിൽ വന്നിട്ട് അമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം അതും വേഗം ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ വീഡിയോ കുറേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇനിയും വിടും, എല്ലാത്തൊരു മടിയാണ് വീഡിയോ എടുക്കാൻ, എന്താണെന്നറിയില്ല. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവൻ ഫോൺ വേണം പറഞ്ഞിട്ട് വരും, ആ ഒരു കാരണം കൊണ്ട് മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം എന്തായാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിൽക്കാതെ ബാക്കിൽ മീനും കൊണ്ടുവന്നു. അപ്പോൾ മീൻ ഉച്ചയ്ക്ക് വറുക്കാനുള്ള മീനാണ്, വേറെ സിലോപ്പി അല്ല, ചെമ്പല്ലിയും മത്തിയും കൂടെ കൊടുത്തിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ വറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ മുളക് തേച്ച് വെച്ച് ഉച്ചയ്ക്കത്തെ അതായിരുന്നു കറി, മുളക് ചാറും, അതായത് വെണ്ടയ്ക്ക പുളിയും
ചെമ്പല്ലിയും മത്തിയും കൂടെ പൊരിച്ചത് കേട്ടോ. അപ്പോൾ അവനവിടെ ഇങ്ങനെ സാഡായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോഴേ ഞാനിങ്ങനെ വെറുതെ ഒന്ന് പോയിട്ടൊന്ന് ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവനിക്ക് മോൻ കണ്ടാൽ അറിയും ഭയങ്കര ഡള്ളായിട്ടില്ലേ, നല്ല ക്ഷീണമുണ്ട് മുഖത്ത് കേട്ടോ. ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചിട്ട് ഓരോന്നും പറഞ്ഞും ചിരിപ്പിച്ചൊക്കെ ഇരുന്നാണ് കേട്ടോ. കാരണം അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബേജാറല്ലേ. പിന്നെ അതാ ഉച്ചയായി കേട്ടോ, സമയം ഒരു 1:30-2 മണിയായി. അപ്പോൾ അവനിക്ക് ഫുഡ് വേണമെന്നില്ല, എങ്കിലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട്ടിയിട്ടും പിടിച്ചിട്ടൊക്കെ ഓരോ വായി ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വെണ്ടയ്ക്ക പുളിയും നമ്മുടെ പുതിന ചമ്മന്തിയും മീനുമാണ് ഉച്ചക്കത്തെ സ്പെഷ്യൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂട്ടിക്കോളും. ജസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.